ഇവിടെ ഒരു വാദം വന്നത് കേരളം പുറകിലാണെന്ന് പറയണം. അങ്ങനെ പുറകിലാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് തരുമെന്നാണ്. പാക്കേജിന്റെ പ്രശ്നം പറഞ്ഞത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ്. കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ എന്താണെന്ന് രാജ്യത്തിന് അറിയാത്തതാണോ? നാം വലിയൊരു കടൽത്തീരമുള്ള ഒരു സംസ്ഥാനമാണ്. ആ കടലോരം നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. ആ കടലോരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. തീരസംരക്ഷണത്തിന്റെ പ്രശ്നം മാത്രമല്ല, എന്നാൽ തീരസംരക്ഷണവും ഗൗരവമായ പ്രശ്നം തന്നെയാണ്. അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം, പിന്തുണ ലഭ്യമാകേണ്ടതാണ്. അത് സാമ്പത്തിക സഹായമാണ് വേണ്ടത്. ആവശ്യമായ പാക്കേജുകൾ അതിനായി അനുവദിക്കേണ്ടതായിട്ടുണ്ട്. നിരന്തരം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും അതിലിടപെടാനോ സഹായിക്കാനോ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം, ദുരനുഭവം. ഇവിടെ അവിടെയുള്ള ആളുകളെ പ്രത്യേക രീതിയിൽ കണ്ടുകൊണ്ട് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളം പുനർഗേഹം എന്നൊരു പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി നടപ്പിലാക്കുന്നു. അതുപോലുള്ള പദ്ധതികൾ സ്വാഭാവികമായും നടപ്പിലാക്കേണ്ടതാണ് ആ പ്രദേശത്ത്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും പിന്തുണയും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ വഴിക്ക് ചിന്തയേയില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഭാഗം കടലോരമാണെങ്കിൽ മറ്റൊരു ഭാഗം മലയോരം. ആ മലയോരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ വലിയ തോതിൽ ഉത്കണ്ഠയിൽ കഴിയുന്നു. അവിടങ്ങളിലുള്ളവർ വന്യമൃഗത്തിന്റെ കടുത്ത ശല്യം നേരിടുന്നു. ഈ വന്യമൃഗങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന കേന്ദ്ര നിയമമാണ് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. വന്യമൃഗം വലിയ തോതിൽ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളുടെയും അനുഭവത്തിൽ നേരത്തെ നാട്ടിൽ കാണാതിരുന്ന വന്യമൃഗങ്ങളടക്കം ഓരോ പ്രദേശത്തും എത്തിപ്പെടുന്ന സ്ഥിതി കാണുന്നു. എല്ലാം ഇതിന്റെ വലിയ തോതിലുള്ള വളർച്ചയുടെ ഭാഗമാണ്. വന്യമൃഗത്തെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ മനുഷ്യനെ കാണാതിരിക്കുകയാണ്, മനുഷ്യരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാനം കേന്ദ്രത്തോട് പറഞ്ഞു, ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. അതിന് ആവശ്യമായ പിന്തുണ വേണം. വലിയ തോതിലുള്ള സംരക്ഷണ നടപടികൾ ഇവിടെ സ്വീകരിക്കേണ്ടതുണ്ട്. മനുഷ്യരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള വിവിധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് സഹായം വേണം. പ്രത്യേക പാക്കേജായി ആ കാര്യം നടപ്പാക്കാൻ കഴിയണം. കേട്ട ഭാവമില്ല, ഒരു സഹായവുമില്ല, ഒരു പിന്തുണയുമില്ല. ഇങ്ങനെ കേരളം നേരിടുന്ന തനതായ പ്രശ്നങ്ങളുണ്ട്. ആ തനതായ പ്രശ്നങ്ങളുടെ മേലെയാണ് കേരളത്തിന് ആവശ്യമായ സഹായത്തിനായി ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതിനോടാണ് മുഖംതിരിച്ചു നിൽക്കുന്ന
സമീപനം കേന്ദ്രം സ്വീകരിച്ചത്. ഇവിടെ അതിന് മറ്റ് ന്യായങ്ങൾ പറയാൻ കേരളത്തിന് എന്ത് വകയാണ് അങ്ങനെയൊരു സഹായം നൽകേണ്ടത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അവരോട് പരിതപിക്കൽ മാത്രമേ മാർഗമുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള വികട ന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ കുറിച്ച് എന്താണ് പറയുക? എന്തും പറയാവുന്ന ഒരു നിലയാണോ സ്വീകരിക്കേണ്ടത്? അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടാണ് ഇവരുടെ എല്ലാം ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സമീപനം. ഇതിൽ നാടിനെ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം.